ഒരു ജിഹാദിന്റെ വേളയിൽ ഒരു കാഫിറിനെ ഒരു മുസ്ലിം കൊന്നാൽ ആ രണ്ടുപേരെയും ഒരുമിച്ച് നരകത്തിൽ കൊണ്ടുവെക്കില്ല. ഇതാരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ മുസ്ലിം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. സഹീഹ് മുസ്ലിം 1891A ഹദീസ് പോയിരുന്നു വായിക്കാം. ഇനി ഇത് കൂടാതെ ഈ ഖുർആൻ തന്നെ നിങ്ങളെടുത്ത് വായിക്കാം. ഇവിടെ യുദ്ധ സന്ദർഭത്തിലാണ് പറഞ്ഞത്. 8:39 എന്താ പറയുന്നത്? ഫൈറ്റ് അഗെയിൻസ്റ്റ് ദം അൻടിൽ ദർ ഇസ് നോ മോർ പെർസിക്യൂഷൻ ആൻഡ് യുവർ ഡിവോഷൻ വിൽ ബി എൻറ്റയർലി ടു അല്ലാഹ്. അതായത് മതം മുഴുവൻ, ദീൻ മുഴുവൻ അള്ളാഹുവിന് ആകുന്നത് വരേക്കും നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് എഴുതിയത്. വഖാതിലൂഹും എന്ന് തന്നെയാണ് എഴുതിയത്. യുദ്ധം എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് അങ്ങോട്ട് പോകാന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി 9:5 അവിടെയും പറയുന്നത്, but once the sacred months have passed, kill the polytheists who violated the treaties, wherever you find them, capture them, besiege them and lie in wait for them. അതായത് ഈ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ഈ പറയുന്ന ബഹുദൈവ ആരാധകരെ അവർക്ക് വേണ്ടി പതിയിരിക്കുക, അവരെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുകയും ചെയ്യുക എന്ന് പറയും. ഇത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് പറയാം. ഞാൻ അപ്പ കലിമയല്ലും, ഞാൻ അബ്ദുള്ളക്ക് പറഞ്ഞു തരുന്ന ഒരു വെല്ലുവിളിയാണ്. ഇത് ഏത് യുദ്ധ സന്ദർഭത്തിലാന്ന് ഇപ്പൊ എനിക്ക് പറഞ്ഞു തന്നാൽ 9:5 അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അബ്ദുള്ളയും ഈ തീവ്രവാദികളും വായിക്കുന്ന ഖുർആൻ ഒന്ന് തന്നെയാണ്.